السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله حمدا حمدا وشكرا لله شكرا شكرا. اللهم صل على محمد وعلى آله وصحبه ومن والاه. സ്നേഹമുള്ള തഹസ്വലിൻ്റെ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ദീന് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ നവാഖിദുൽ ഇസ്ലാം എന്ന പേരിൽ ബഹുമാന്യനായ പണ്ഡിതൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല രചിച്ച ഗ്രന്ഥം ആസ്പദമാക്കിയുള്ള നമ്മുടെ പഠനമാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 10 എണ്ണമായി ശൈഖ് പറഞ്ഞിട്ടുള്ള ദീന് പൊടിയുന്ന കാര്യങ്ങളിൽ നാക്കതുകളിൽ 5-ാമത്തെ പോയിന്റാണ് നമ്മൾ വിശദീകരിച്ചിരുന്നത്. 6-ാമത്തെ കാര്യമായി ശൈഖ് റഹിമഹുല്ല പറയുന്നു, അസാദിസ് മൻ ഇസ്തഹ്സഅ ബിശൈഇൻ മിൻ ദീനില്ലാ ഔ സവാബിഹി ഔ ഇഖാബിഹി കഫറ. والدليل قوله تعالى قل أبالله وآياته ورسوله كنتم تستهزئون لا تعتذروا قد كفرتم بعد إيمانكم. 6-ാമത്തെ കാര്യമായി ശൈഖ് റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിക്കുന്നത് മൻ ഇസ്തഹ്സഅ ബിശൈഇൻ മിൻ ദീനില്ല, ആരെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തെ പരിഹസിക്കുന്ന നിലയിലെടുത്താൽ, പരിഹസിക്കുന്നതാക്കി എടുത്താൽ, അത് അവർ എന്തിനെ പരിഹസിക്കുന്നത് ചിലപ്പോൾ ദീനിൻ്റെ ചില ഭാഗങ്ങളാകാം, ഔ സവാബിഹി അല്ലെങ്കിൽ ദീന് പ്രതിഫലമായി പഠിപ്പിച്ച ചില കാര്യങ്ങളാകാം, ഔ ഇഖാബിഹി അല്ലെങ്കിൽ ദീന് ശിക്ഷയായി പഠിപ്പിച്ച കാര്യങ്ങളാകാം, കഫറ. അവൻ അങ്ങനെ ഒരാൾ ചെയ്താൽ അവരിൽ കുഫർ സംഭവിക്കും, അവർ ദീനിൽ നിന്ന് പുറത്തു പോകും. വദ്ദലീലു ഖൗലുഹു തആല, അതിൻ്റെ തെളിവ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്താണ്. സൂറത്തു തൗബയിലെ 65 സൂറത്തു തൗബയിലെ 65-66 ആയത്തുകളാണ്. ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറൂ ഖദ് കഫർതും ബഅദ ഈമാനിക്കും എന്ന ആയത്താണ്. വിശദീകരിക്കാം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനായി പഠിപ്പിച്ച കാര്യത്തോട് ദേഷ്യവും വെറുപ്പും ഉണ്ടാകരുത് എന്നതുപോലെ തന്നെയാണ് റഹ്മാനായ റബ്ബ് ദീനായി പഠിപ്പിച്ച, ദീനിൻ്റെ ഭാഗമായി പ്രതിഫലങ്ങളായി പഠിപ്പിച്ച, അതുപോലെ തന്നെ ശിക്ഷയായി പഠിപ്പിച്ച കാര്യങ്ങളെ ഒരാൾ പരിഹസിച്ചുകൂടാ എന്നതും. ഇപ്പോൾ ഒരാൾ നിസ്കാരത്തിനെ കുറിച്ച് പറയുമ്പോൾ പരിഹസിക്കാണ്, പിന്നെ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കണമെങ്കിൽ കുമ്പിട്ട് നിന്നും നെറ്റി താഴെ വെച്ചാലും മാത്രമാണോ ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുക? അതെന്തൊരു മോശമാണ് എന്നൊരാൾ പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ടാകാം, പക്ഷെ ദീനുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തെയാണ് അയാൾ പരിഹാസത്തിന് പാത്രമാക്കിയത്, പരിഹാസത്തിന് വിധേയമാക്കിയത്. അതുകൊണ്ട് തന്നെ അത് യഥാർത്ഥത്തിൽ അങ്ങനെ നിശ്ചയിച്ച റഹ്മാനായ റബ്ബിനെ തന്നെയാണ് അതിലൂടെ അവർ പരിഹാസത്തിന് വിധേയമാക്കുന്നത് എന്നാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൻ്റെ ഭാഗമായി പഠിപ്പിച്ച പ്രതിഫലങ്ങൾ, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ, സ്വർഗത്തെ അരുവികളെക്കുറിച്ച് പറയുമ്പോൾ, സ്വർഗത്തിലുള്ള മറ്റനേകം അനുഭൂതികളെക്കുറിച്ച് പറയുമ്പോൾ, അങ്ങനെ പ്രതിഫലം കിട്ടുമെന്ന് പറയുമ്പോൾ, അതൊക്കെ ഇപ്പോൾ ഏത് ലോകത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അതൊക്കെ എങ്ങനെ സംഭവിക്കാനാണ്? അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി പ്രതിഫലമായി പഠിപ്പിച്ച പല കാര്യങ്ങളെയും പരിഹസിക്കുക. അതുപോലെ തന്നെ തിന്മക്ക് പ്രതിഫലമായി കിട്ടുന്ന ശിക്ഷകളെക്കുറിച്ച് പറയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. അതെല്ലാം ഗൈബിയായ വിവരങ്ങളാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ പ്രവേശിക്കുന്ന ഒരു മനുഷ്യൻ്റെ പല്ലുകൾ ഉഹുദ് മലയോളം വലിപ്പമുണ്ടാകും, അദ്ദേഹത്തിൻ്റെ ചുമലുകൾ വലിയ നാടുകൾ തമ്മിലുള്ള വ്യത്യാസം പോലെ വിദൂരത്ത് നിൽക്കുന്നതായിരിക്കും 2 ചുമരുകളുടെയും ദൂരം എന്നൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു ശിക്ഷയുടെ ഭാഗമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനൊക്കെ ആരെങ്കിലും പരിഹസിക്കുക, എന്തായിരിക്കും ഇപ്പോൾ അയാൾ കോലം, എന്ത് ഒരു വൃത്തികെട്ട കോലമായിരിക്കും, അല്ലെങ്കിൽ അതെങ്ങനെയാണ് സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുക. ഈ വിധത്തിൽ ദീന് പഠിപ്പിച്ച കാര്യങ്ങളെ പരിഹസിക്കുക എന്നത് അത് കുഫർ സംഭവിക്കുന്ന കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്താണ് സൂറത്തു തൗബയിലെ ആയത്ത്. ആ ആയത്ത് അവതരിക്കുന്നതിൻ്റെ പശ്ചാത്തലമായി പറഞ്ഞ 1-2 സംഭവങ്ങൾ കൂടെയുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. ഒരു റിവായത്ത് ഇങ്ങനെയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, തബൂക്ക് യുദ്ധത്തിൻ്റെ വേളയിൽ സ്വഹാബികൾ എല്ലാവരും കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരാളിങ്ങനെ പറഞ്ഞു, മാ റഅയ്തു മിസ്ല ഖുറാഇനാ ഹഉലാഇ ലാ അർഗബ ബുത്തൂന. സ്വന്തം വയറിൻ്റെ വിശപ്പ് മാറ്റാൻ അല്ലെങ്കിൽ വയറിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന
നമ്മുടെ ഇങ്ങനെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ചില ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. അവരൊക്കെ പിന്നെ അങ്ങനെ ചെയ്യുന്നത് അവരുടെ വിശപ്പടക്കാനാണ് എന്ന അർത്ഥത്തിൽ പരിഹസിക്കേണ്ടായി. അതുപോലെ തന്നെ വല അക്ദബ അൽസിനത്തൻ, അവർ നാവ് കൊണ്ട് ഏറ്റവും കളവ് പറയുന്ന ആളുകളാണ്, അവർ പാരായണം ചെയ്യുന്നതൊന്നും പാലിക്കാത്തതാണ് എന്ന അർത്ഥത്തിൽ പറയുകയുണ്ടായി. വല അജ്ബന ഐന്ദല്ലിക്ക, ശത്രുക്കൾ കാണുമ്പോൾ ഭീരുക്കളാണ് എന്നുമൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് തന്നെ മറ്റൊരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, കെദബ്ത വലാകിന്നക മുനാഫിഖുൻ, താങ്കൾ മുനാഫിക്കാണ്, താങ്കൾ പറഞ്ഞത് കളവുമാണ്, ഞാൻ ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഈ ആളുകൾ ഇരിക്കുന്നതും എന്നിട്ട് ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ന്യായമാണ്, ഇന്നമാ കുന്ന നഖൂദു വനൽഅബ്, ഞങ്ങളത് അത്ര സീരിയസ് ആയി പറഞ്ഞതൊന്നുമല്ല, ഞങ്ങളതിങ്ങനെ ഒരു രസമായി പറഞ്ഞതാണ്, പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ഞങ്ങളത് പിന്നെ കളി തമാശയായി പറഞ്ഞതാണ് എന്ന് പറയുകയുണ്ടായി. ഖുർആൻ തിരിച്ചല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടതാണ്. കുൽ, പ്രവാചകരെ പറയുക, അബില്ലാ വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, അള്ളാഹുവിനെ കുറിച്ചാണോ അവൻ്റെ ആയത്തുകളെ കുറിച്ചാണോ അവൻ്റെ പ്രവാചകനെ കുറിച്ചാണോ നിങ്ങൾ പരിഹാസപാത്രമാക്കുന്നത്, പരിഹാസത്തിന് വിധേയമാക്കുന്നത്? കദ കഫർത്തും ബഅദ ഈമാനിക്കും, നിങ്ങൾക്കിത് പറയുന്നതിന് മുമ്പ് ഈമാൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ബഅദ ഈമാനിക്കും എന്ന് പ്രത്യേകം പറഞ്ഞത്. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഈ പറയുന്നതോടുകൂടെ, ഈ പരിഹാസത്തോടുകൂടെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിലുള്ള കുഫർ നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വളരെ ഗുരുതരമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ള സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഇത് സമാനമായി തന്നെ ചില ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഷാമിലെ കോട്ടകളും അവിടുത്തെ പിന്നെ അധികാരവും ഒക്കെ ഇസ്ലാം ജയിച്ചടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു, ബുഅദൻ ബുഅദ, അതൊക്കെ എത്ര വിദൂരമുള്ളൊരു സ്വപ്നമാണ് ഈ പറയുന്നത്, എന്ത് തമാശയാണ് ഈ പറയുന്നത് എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യത്തെ അവർ പരിഹസിക്കുകയുണ്ടായി. ആ ഘട്ടത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്നും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ദീനായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യത്തെ, ദീനിൻ്റെ ഒരു ഷിയാറിനെ നമ്മൾ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല. ചില കാര്യങ്ങളൊക്കെ പാലിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് വരാം. ഇപ്പം ദീന് പഠിപ്പിക്കുന്ന രൂപത്തിൽ വസ്ത്രധാരണം നടത്താൻ നമുക്ക് പറ്റിയില്ല എന്ന് വരാം. ദീന് പാലിക്കുന്ന വിധത്തിലുള്ള സൂക്ഷ്മത സംസാരത്തിലും നടത്തിലും സാമ്പത്തിക വ്യവഹാരത്തിലും ഒക്കെ പാലിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വരാം. അങ്ങനെ ദീനനുസരിച്ച് കണിശതയോടുകൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരാളെ ആ വിഷയത്തിൽ നമ്മൾ പരിഹസിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ പരിഹാസം ആ വ്യക്തിയുടെ മനോഭാവത്തിനോ നിശ്ചയദാർഢ്യത്തിനോ അല്ല, മറിച്ച് അദ്ദേഹം പാലിക്കുന്ന ആശയത്തിലേക്കും ആദർശത്തിലേക്കുമാണ് ആ പരിഹാസം ചെന്ന് തറക്കുക എന്നതുകൊണ്ട് തന്നെ ദീനിൻ്റെ ഷിയാറുകളായ താടിയെ പരിഹസിക്കുന്ന ഒട്ടനേകം ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് നൽകുമാറാകട്ടെ. അതല്ല നമ്മുടെ രീതി. പരീക്ഷയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സഹോദരന്മാരെ പരീക്ഷിക്കുന്നവരുണ്ട്. നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട്, അല്ലെങ്കിൽ സാധിച്ചില്ല എന്നതുകൊണ്ട് കുഫ്ർ സംഭവിക്കില്ല. അപ്പോൾ ഒരാൾക്ക് താടി വെക്കാൻ പറ്റുന്നില്ല, ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ദീന് പഠിപ്പിക്കുന്ന പൂർണ്ണമായ ഹിജാബ് ധരിച്ച് പുറത്തിറങ്ങാൻ ഒരു സ്ത്രീക്ക് ദൗർഭാഗ്യവശാൽ കഴിയുന്നില്ല, ഈമാനിൻ്റെ ദൗർബല്യാവസ്ഥ കൊണ്ട്, ദുഅഫുൽ ഈമാൻ കൊണ്ട് സാധിക്കുന്നില്ല എന്നതുകൊണ്ട് അവർ ഒരിക്കലും ദീനിൽ നിന്ന് പുറത്തു പോകുന്നില്ല. എന്നാൽ അങ്ങനെ ധരിക്കുന്ന ഒരാളെ, അങ്ങനെ പാലിക്കുന്ന ഒരാളെ, ദീന് കണിശതയോടുകൂടെ പുലർത്തുന്ന ദീനിൻ്റെ ചിഹ്നങ്ങളെ പാലിക്കുന്ന ഒരാൾ കളിയാക്കിയാൽ, പരിഹസിച്ചാലോ കുഫറാണ് സംഭവിക്കുക. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാതിരുന്നാൽ, അയാൾ ഇത്തരം കാര്യങ്ങൾ ഒരാൾ പാലിക്കാതിരുന്നാൽ കുഫർ സംഭവിക്കുകയില്ല. അയാൾക്ക് ആ ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്, എന്നിട്ടും അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് മാസിയത്താണ്, തിന്മയായി മാത്രമാണ് പരിഗണിക്കുക. അല്ലെങ്കിൽ തിന്മയായി, ഗുരുതരമായ തിന്മയായി ഇത് പരിഗണിക്കും. പക്ഷേ അതിനെ പരിഹസിച്ചാൽ അത് കഫർത്തും ബഅദ ഈമാനിക്കും, നിങ്ങൾ നിങ്ങളുടെ ഈമാനിന് പകരം ഇതാ കുഫറിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മുനാഫിക്കുകളോട് പറഞ്ഞ രൂപത്തിലായിരിക്കും നമ്മുടെയും അവസ്ഥയും ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് നമുക്ക് വേണ്ടത് തൃപ്തിയും ബഹുമാനവും ഒക്കെയാണ്. ഇഷ്ടക്കേടും അതിനെ പരിഹസിക്കുന്നതുമായ രീതി ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള സൂക്ഷ്മതയും ജാഗ്രതയും നമ്മൾ പാലിക്കണം. റഹ്മാനായ റബ്ബ് പൂർണ്ണമായ ഈമാനികമായ അന്തരീക്ഷത്തിൽ ജീവിക്കാനും ഈമാനികമായ മാധുര്യത്തോടുകൂടെ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന ഫീ കുല്ലി മക്കാൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.